ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ രുചികരമായ കർക്കിടക മാസത്തിലെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധക്കഞ്ഞി അല്ല ഔഷധ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോളും പ്രമേഹവും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകാനുമൊക്കെ വല്ലപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഇവിടെ ഈ ഒരു പായസം തയ്യാറാക്കുന്നതിലേക്കായിട്ട് നമ്മൾ 200 ml കപ്പിൽ 1 കപ്പ് നവര അരി എടുത്തിട്ടുണ്ട്. നവര അരി കൂടുതലായും അങ്ങാടിക്കടകളിലാണ് കിട്ടുന്നത്. ഇനി ഒരുപക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പകരമായി തവിട് കൂടുതലടങ്ങിയ മട്ടയരി അതെടുക്കാവുന്നതാണ്. എന്തായാലും നവര അരിയുടെയും ഉലുവയുടെയും എല്ലാം ആ ഒരു ഗുണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലുടനീളം നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ഇപ്പോൾ നവരയരി 1-2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം കുതിർക്കാനായിട്ട് മാത്രം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 30 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് കുതിർത്തെടുത്ത ഉലുവയാണ്. ഇവിടെ അതിനായിട്ട് നവരയരി എടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ ഉലുവയെടുത്ത് 1-2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിനു ശേഷം മൂന്നാമതായി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ അതിനായിട്ട് അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച നവരയരി ആ ഒരു വെള്ളം ഉൾപ്പെടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒപ്പം കുതിർത്ത് വെച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്ത ഉലുവയും അതുപോലെ നവരയരിയും എല്ലാം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നവരയരിയായാലും അതുപോലെ ഉലുവയായാലും രണ്ടിനും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണുള്ളത്. പ്രധാനമായും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ നിയന്ത്രിക്കാനും ശരീരവേദന മാറാനുമെല്ലാം ഇവ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇവ രണ്ടിലും കോമൺ ആയിട്ട് കാണുന്ന ഗുണങ്ങൾ. ഇവിടെ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി പാത്രം അടച്ചു വെച്ച ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ആ ഒരു ഉലുവയും അതുപോലെ നവര അരിയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി. അതുപോലെ ആ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കര വേണ്ട എന്നാണെങ്കിൽ അതിന് പകരമായി കരിപ്പട്ടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ശർക്കരയും കരിപ്പട്ടിയും ഒഴിവാക്കി ബാക്കി വരുന്ന ചേരുവകൾ കൂടി ചേർത്ത് നമുക്കിത് ഔഷധക്കഞ്ഞിയായിട്ടും കഴിക്കാം. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. എന്തായാലും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പാനിയാണ്. അതിനായി ഇവിടെ 250 ഗ്രാം ശർക്കര 100 ml വെള്ളത്തിൽ പാനി കാച്ചി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതായത് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കര പാനി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ നവരയരി കൊണ്ടുള്ള വിഭവങ്ങൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൂക്കം വയ്ക്കാൻ അത് സഹായകമാകും. പ്രധാനമായും നവരയരി വറുത്ത് പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുക. അതുപോലെ നവരയരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക. ഇനി പ്രായം ചെന്നവർ ഈ പറഞ്ഞ നവരയരി കഞ്ഞി സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമെല്ലാം അവർക്ക് സാധിക്കും. ഇവിടെയാണെങ്കിൽ ഈ ഒരു ശർക്കര പാനി നന്നായിട്ട് തന്നെ തിളച്ച് ഒരൽപ്പം കുറുകി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 300 ml നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്തായാലും ഈ ഒരു തിക്നെസ്സോട് കൂടി കഴിക്കുന്നതിനായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലും മറ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഔഷധ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.